ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? വയനാട് ടൗൺഷിപ്പിൽ CPM ജില്ലാ സെക്രട്ടറിയോട് മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ച സംഭവം സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയാണ്. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് സൈബർ ഹാൻഡിലുകൾ നടത്തുന്നത്. ഇത് ആശാനും ഞാനും നോക്കി കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം. ഇനി ഇറങ്ങരുത് കേട്ടോ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പിന്നെ നാണക്കെടുത്തി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാനത് ചോദിക്കരുതായിരുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. പ്രത്യേകമായി പാർട്ടിയെയോ സർക്കാരിനെയോ പ്രശംസിക്കാതെ കേരളത്തിലെ ജനങ്ങൾ ദുരന്തബാധിതർക്ക് നൽകിയതാണ് ഈ വീടുകൾ എന്ന് മമ്മൂട്ടി ഇന്നലെ പറഞ്ഞിരുന്നു. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഇടത് സൈബർ കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചതും മമ്മൂട്ടിയുടെ ആ പ്രതികരണമാവാൻ സാധ്യതയുണ്ട്. അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. എന്തായാലും മമ്മൂട്ടി ഇന്നലെ പക്വതയോടെ ആ സ്ഥലത്ത് നടത്തിയ പ്രതികരണം ഒന്ന് കേൾക്കാം. വിപത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളുടേതാണ്. അപ്പൊ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ജനങ്ങൾ ഇടത് സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്ന ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു.